ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സാമ്പാർ പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. കുറേ മുന്നേ ഞാനൊരു സാമ്പാർ ചെയ്തിട്ടുണ്ടായിരുന്നു, സാമ്പാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ സാമ്പാർ പൊടി. അപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെ ഉണ്ടാക്കണേന്ന്. അപ്പോൾ ആ സാമ്പാർ പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സദ്യയിൽ ഉണ്ടാക്കുന്നത് പോലെ നല്ല സ്വാദിഷ്ടവും നല്ല സ്മെല്ലൊക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്നത് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഇത് ഞാൻ സാമ്പാറിനായിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന ഒരു പൊടിയാണ്. അപ്പോൾ ഇത് ഇൻഡാലിയ ചീൻചട്ടിയാണ്. ഇതിൻ്റെ നിറം കണ്ടിട്ടൊന്നും വിചാരിക്കരുത്, കാരണം ഇത് ഇത്തരം മല്ലിയൊക്കെ വറക്കാൻ മാത്രം ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണിച്ചു തരാം. ഇത് കഴുകിയ കൊത്തമല്ലി കേട്ടോ, ഇതൊരു 250 ഗ്രാം ഉണ്ട്. പിന്നെ ചുവന്ന മുളകാണ്, ഇത് ഒരു 80-100 ഗ്രാം ഉണ്ടാവും ഏകദേശം. പിന്നെ നമ്മൾ എടുക്കുന്ന 2-3 ധാന്യങ്ങളാണ്. ഇത് തുവരപ്പരിപ്പാണ്, ഒരു 50 ഗ്രാം ഉണ്ട്. പിന്നെ ഉഴുന്നാണ്, അതും ഒരു 50 ഗ്രാം ഉണ്ട്. പിന്നെ അരിയാണ്, അരിയും 50 ഗ്രാം ഉണ്ട്. പിന്നെ ഇത് വറക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട്, ഒരു 3 ടേബിൾ സ്പൂണാണ്. ഈ മഞ്ഞൾപ്പൊടി നമ്മൾ പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. പണ്ടൊക്കെ വറക്കുമ്പോൾ കഷ്ണം മഞ്ഞളിട്ടിട്ടാണ് വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വറക്കാറ്. പക്ഷേ ഇവിടെ ഞാൻ കഷ്ണം മഞ്ഞളിട്ട് വറക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് പൊടിഞ്ഞ് കിട്ടാൻ. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് എടുത്തത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. പിന്നെ കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുരുമുളകും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനം, കുരുമുളക് വറക്കണ്ട, ഈ ചൂടിലിട്ടാൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് മല്ലി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മളുടെ ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞു. നമുക്കിനി കഴുകിയെടുത്ത മല്ലിയാണേ. അപ്പോൾ പുറത്തൊന്നും ഉണ്ടാകുമ്പോൾ കുറേ അഴുക്കുകളൊക്കെ ഉണ്ടാവും. നമ്മൾ കഴുകി വെള്ളം വാർന്ന മല്ലി നമുക്ക് എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മൾ കൈ മാറ്റാതെ വറക്കണം, കാരണം ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് വറുത്തിട്ട് നമ്മൾ കയ്യിലെടുത്തിട്ട് ഒന്ന് അമർത്തുമ്പോൾ ഇത് പൊട്ടും. അതാണ് പാകം. നമ്മളുടെ മല്ലി ഏതാണ്ട് ഒരു പകുതിയിലധികം വറന്നിട്ടുണ്ട്. പകുതിയിലധികം വറക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് മുളക് സെപ്പറേറ്റ് ആയിട്ട് വറക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ വറുത്തെടുക്കാം. ഇത് വറുത്തത് ഏകദേശം പാകമായിട്ടുണ്ട്. പാകം നമ്മൾ നോക്കുന്നത് ഇത് ഇങ്ങനെ പൊട്ടിക്കിട്ടും, അപ്പോഴാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നിറം മാറിയിട്ടുണ്ട്. നല്ല മണമായിരിക്കും കേട്ടോ വരിക, ഒരു കരിഞ്ഞ മണമല്ല. അതിന് മുന്നേ നല്ല ഒരു മണം വരും. ആ ഒരു മണം വരുന്നതും നമുക്ക് പാകാക്കിയിട്ടെടുക്കാം, അല്ലെങ്കിൽ ഇത് പൊട്ടുന്നത് നോക്കിയാൽ മതി. ഇത് നന്നായിട്ട് കയ്യിലിട്ട് ഞെരിടുമ്പോൾ നമുക്കിങ്ങനെ പൊട്ടിക്കിട്ടും. നോക്കൂ, കണ്ടില്ലേ, ഇങ്ങനെ പൊട്ടിക്കിട്ടുന്ന പാകം. നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് തട്ടിയിടുക. ഇതിൻ്റെ ഒരു പ്രധാന കാര്യം, നമ്മൾ മിക്സിയിലാണ് പൊടിക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അധികം ചൂടൊന്ന് തണിയുന്നതിന് മുന്നേ അത് പൊടിക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, നമ്മൾ കുറച്ച് കൂടുതലാക്കിയിട്ട് അത് മില്ല് കൊടുത്ത് പൊടിപ്പിച്ച് വയ്ക്കുകയും പറ്റും. അപ്പോൾ ഏതാണോ നിങ്ങളുടെ സൗകര്യം, കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കാം. അത് കുറച്ച് ചൂട് നന്നായി തണിയുന്നതിന് മുന്നേ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ, ഈ വറുത്ത പൊടിൻ്റെ മുകളിൽ കൂടെ നമ്മളൊരു ഇത്ര ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വറക്കണ്ട, ആ വറുത്ത മല്ലിയിലേക്ക് ഇട്ടാൽ മതി. അതുപോലെ തന്നെ കുരുമുളകും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കുറച്ച് ഇത്ര കുരുമുളക്, അത് നമ്മൾ വറുത്ത ആ മുളകിൻ്റെ കൂടെ ഇട്ടാൽ മതി, വറക്കണ്ട. ഇനി നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണ്. നമ്മൾ ഉഴുന്നാണ്
ഇത് കഴുകി ആണ്. ഇതൊന്ന് നല്ല മൂപ്പിച്ച് ചുമന്ന കളറാവുന്ന പോലെ വറുത്തെടുക്കുക. കുറച്ച് വറുത്ത ആ ഉഴുന്നിൻ്റെ കൂടെ തന്നെ കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടെ ഒരുമിച്ച് നമ്മളിത് ഉഴുന്നും കടലപ്പരിപ്പുമാണേ വറുന്നത്. അപ്പോൾ ഒരു 3/4 ഭാഗം, അതായത് ചെറുങ്ങനെ ഒന്ന് ഉഴുന്നാണെങ്കിൽ ഒന്നൊരു റെഡ് കളർ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, മറ്റ് പരിപ്പാണെങ്കിൽ ഒന്ന് കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ച ഉലുവ കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇത് വറന്ന് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതും ആ പാത്രത്തിലേക്ക് തട്ടാം. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് തട്ടാം. ഇനി നമുക്ക് അരി മാത്രമാണ് വറുത്തെടുക്കാനുള്ളത്. അരി നമ്മൾ ബാക്കി എല്ലാ ധാന്യങ്ങളും ഒന്ന് കഴുകി ഉണക്കി വെച്ചതാണ്. ഇത് നമ്മളൊരു ഇത്തിരി നനവോട് കൂടി വറുക്കുമ്പോഴാണ് പെട്ടെന്ന് അരി വറന്ന് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ അരി ഒന്ന് വറുത്തെടുക്കാം. മെഷർമെൻ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അരി ഏറെക്കുറെ പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ അരിയും കറിവേപ്പിലയും നന്നായിട്ട് വറന്നിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ 2 സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾ എടുത്ത് വെച്ചതും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് 1 സ്പൂണോളം നമുക്ക് കായം ഇടാം. കായം പിന്നെ ആവശ്യത്തിനുള്ളത് നമുക്ക് സാമ്പാറിലും ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്താ പറയുക, മുമ്പൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഉണക്ക മഞ്ഞൾ തന്നെ വറക്കും. അപ്പോൾ ഇവിടെ വറക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഈ പാത്രത്തിൽ വെച്ചിട്ടല്ലേ നമ്മൾ. അപ്പോൾ കുറച്ച് ഏതാണ്ട് 1 ടീസ്പൂണോളം കായം ഇടുന്നുണ്ട്. കായം നമുക്ക് ആവശ്യമുള്ളത് വീണ്ടും നമുക്ക് സാമ്പാറിലും ആഡ് ചെയ്യാം. ഇതൊക്കെ കൂടിയാണ് നമ്മൾ വറുത്തെടുക്കുന്നത് നമ്മുടെ സാമ്പാർ പൊടിക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഒരു സെറ്റ് നമ്മളിപ്പോൾ പൊടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് പൊടി. നമുക്ക് അടുത്തതുകൂടെ പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. പക്ഷേ എൻ്റെ അരിപ്പ ഇന്ന് ഞാൻ ഈ ധാന്യങ്ങളൊക്കെ കഴുകിയതുകൊണ്ട് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് അടുത്ത ദിവസം അരിച്ചിട്ട് നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്കിലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ 5-6 മാസത്തോളം സുഖമായിട്ട് നിൽക്കും. പുറത്ത് വെച്ചിട്ട് കുറച്ച് സമയം, 1 മാസത്തോളമൊക്കെ പുറത്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ 5-6 മാസം ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. നമ്മൾ രണ്ടാമത്തെ സെറ്റും പൊടിച്ച പൊടിയും ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആദ്യത്തെ സെറ്റിലാണ് നമ്മുടെ മുളകൊക്കെ ഉള്ളത്, അതുകൊണ്ടാണ് രണ്ടാമത്തതിന് കളറ് കാണാത്തത്. നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യുക മാത്രമല്ല, ഇതൊന്ന് അരിച്ച് യോജിപ്പിക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ശരിയായത് കിട്ടുള്ളൂ. നമ്മളുടെ സാമ്പാർ മസാല ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ആദ്യം 80 ഗ്രാമോളം ഉണക്കമുളകാണ് പറഞ്ഞത്. കുറച്ചുകൂടെ അധികം ഇടണം കേട്ടോ, എന്നാലേ എരിവ് ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടെ അധികം ഇടണം. പിന്നെ കായം കൂടെ കുറച്ചുകൂടെ ആവശ്യത്തിന് ആഡ് ചെയ്യണം. ഇത്രയും സാധനമാണ് വേണ്ടത്. ഇത് തരിച്ചിട്ട് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ തരിപ്പ നനഞ്ഞതുകൊണ്ട് ഇപ്പം തരിക്കുന്നില്ല, അടുത്ത ദിവസം തരിച്ചിട്ട് കാണിക്കാം.